ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ഇന്ന് ലിൻസീസ് ലിങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ശീമച്ചക്ക കൊണ്ടൊരു അടിപൊളി തോരനാണ്. അന്നേരം റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് സബ്സ്ക്രൈബ് ലിൻസീസ് ലിങ്ക്, അതുപോലെ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അന്നേരം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അന്നേരം ഞാൻ ശീമച്ചക്ക അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ, വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, വെള്ളത്തിൽ ഇട്ടില്ല എങ്കിൽ നമ്മുടെ ശീമച്ചക്ക ഓക്സിഡേഷൻ നടന്ന് ഇതേപോലെ കറുത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്ത ഉടനെ തന്നെ വെള്ളത്തിലിട്ട് ഇതേപോലെ ചെറിയ പീസസ് ആക്കി അരിഞ്ഞ് എടുക്കുക. അരിഞ്ഞും വെള്ളത്തിലേക്ക് തന്നെ ഇടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഓക്കെ, അന്നേരം നമ്മുടെ ശീമച്ചക്കയെല്ലാം ഞാനിവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് വേണ്ടത് ഒരു സവാള വേണം. നമ്മൾ ശീമച്ചക്ക എങ്ങനെയാണോ അരിഞ്ഞത് അതുപോലെ തന്നെ കനം കുറച്ച് ഒരു സവാള അരിഞ്ഞെടുക്കുക. ഓക്കെ, അന്നേരം ഈ ശീമച്ചക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലാണെങ്കിലും എല്ലായിടത്തും ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു സാധനമാണിത്. ഒരുപാട് ഹെൽത്തിയാണ്, ഫൈബർ റിച്ച് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ചക്ക പോലെ തന്നെ ഡയബറ്റീസുകാർക്കൊക്കെ ഒരുപാട് കഴിക്കാൻ നല്ലൊരു ഫുഡാണ് ഈ ശീമച്ചക്ക. അന്നേരം ഇതിനു വേണ്ടി നമുക്ക് കുറച്ച് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ചട്നി ജാറിലേക്ക് കുറച്ച് ജീരകം, അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഒന്നോ രണ്ടോ നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ കയ്യിൽ മീൻസ് ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി അരിഞ്ഞത് ചേർക്കുക, ഇല്ല എങ്കിൽ സവാള അരിഞ്ഞത് ചേർക്കുക. ഓക്കെ, പിന്നെ ആവശ്യം പോലെ തേങ്ങ മസ്റ്റാണ് നമ്മുടെ ഈ തോരൻ വെക്കാനായിട്ട്. അന്നേരം തേങ്ങ ഒരു അരമുറി തേങ്ങ മതിയാകും. തേങ്ങ ഇട്ടു, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് സ്വാദിനനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒട്ടും വെള്ളമില്ലാതെ ഒരു ഡ്രൈ ആയിട്ട് വേണം ചതച്ചെടുക്കാനായിട്ട്. ഒരുപാട് അരഞ്ഞു പോകേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് എടുത്താൽ മതിയാകും. ഓക്കെ, അന്നേരം ഇത് നമുക്ക് അരച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു പാൻ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ തോരൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം നമുക്ക് വെക്കാം. അതിനുശേഷം ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ശീമച്ചക്കയൊക്കെ ആകുമ്പോൾ നാടൻ രുചിയിലല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കണമെങ്കിൽ പൊട്ടിക്കാം, കടുക് പൊട്ടിച്ചില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. ഓക്കെ, ഞാൻ വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ആ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അന്നേരം അതൊന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റി അതിലേക്ക് നമുക്ക് നല്ല ഫ്രഷ് ചിരകിയ തേങ്ങ കുറച്ച് ഒരു കൈപ്പിടി കൂടെ ചേർത്ത് കൊടുക്കുക. ഓക്കെ, ചതച്ചതും തേങ്ങയാണ്, അതുപോലെ തന്നെ കുറച്ച് ചതയ്ക്കാത്ത തേങ്ങയും കൂടെ ഇതേപോലെ ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളിത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഭയങ്കര രുചിയുള്ള കാര്യമാണ്. ഇത് നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ധാരാളം കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആവശ്യത്തിന് എടുത്ത് ചൂടാക്കി കഴിച്ചാൽ മതിയാവും. അന്നേരം തന്നെ കുറേ നാൾ ഫ്രിഡ്ജിൽ ഒരു 1 വീക്ക് 2 വീക്സ് ഒക്കെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. ഓക്കെ, അന്നേരം ഞാൻ ഇതിലേക്ക് അരപ്പിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കടച്ചക്ക അല്ലെങ്കിൽ ശീമച്ചക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ശീമച്ചക്കയ്ക്ക് ഓരോ നാട്ടിലും ചില സ്ഥലത്ത് ശീമച്ചക്ക എന്ന് പറയും, ചില സ്ഥലങ്ങൾ കടച്ചക്ക എന്ന് പറയും. അത്ര പല പേരുകളിലാണ് ഓരോരുത്തരും ഓരോ നാട്ടിലും അറിയപ്പെടുന്നത്, പക്ഷേ സാധനം ഒന്ന് തന്നെയാണ്. അന്നേരം ഞാൻ ഇതിലേക്ക് നല്ല കംപ്ലീറ്റ് അരിഞ്ഞ മുഴുവൻ കടച്ചക്ക അല്ലെങ്കിൽ ശീമച്ചക്കയും കൂടെ ഇതിലേക്കിട്ട് നമ്മുടെ അരപ്പുമായിട്ട് നല്ലതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ്. പിന്നെ ഇത് വേവിച്ചെടുക്കാൻ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ അരപ്പരച്ച ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി ഇത് ജസ്റ്റ് ഒന്ന് ആവി കയറി സ്റ്റീം കയറി ഒന്ന് വേവാൻ ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. പിന്നെ ഉപ്പ് നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ഒരുപാട് നമ്മൾ ചേർക്കണ്ട, ആദ്യം കുറച്ച് ചേർത്തതിന് ശേഷം അവസാനം നമുക്ക് പരുവം നോക്കിയിട്ട് കുറവാണെങ്കിൽ മാത്രം കുറച്ചുകൂടെ ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് ഞാൻ ആ ജാറിലൊന്ന് കലക്കി കുറച്ച് ഇത് വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം അടിയിലൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നല്ല ന്യൂട്രീഷ്യസും കൂടിയാണ് ഇത്, കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ കറിവേപ്പില അരച്ച് ചേർത്തിട്ടുണ്ട്, അതുപോലെ പച്ചമുളക്, ജീരകം, വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഗ്യാസിന് ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. ഓക്കെ, ചോറിൻ്റെ കൂടെയൊക്കെ ഇളക്കി കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ, വളരെ ടേസ്റ്റിയുമാണ്. ഓക്കെ, ഇതിനെ നമുക്ക് അടച്ചു വെച്ച് നല്ലതുപോലെ സ്റ്റീം കയറ്റി നമുക്ക് ഒന്ന്
എടുക്കാം. ഒരു 8 മിനിറ്റ്സോളം ഞാനിത് കുക്ക് ചെയ്തു. അതിനുശേഷം ഒന്ന് തുറന്നതാണ്. ഇപ്പം കണ്ടോ, ഇത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് കണ്ടാലേ അറിയാം നല്ലത് പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, നമ്മുടെ തോരൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് നല്ലതുപോലെ കുക്കായി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അന്നേരം ഇതേപോലെ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. അന്നേരം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ഈ ശീമച്ചക്ക തോരൻ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ അരിഞ്ഞെടുക്കുന്നത് കുറച്ച് ഒരു സമയം പോകും, അത്രയേ ഉള്ളൂ. അന്നേരം കുറച്ചൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി അതുപോലെ ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു തോരൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.